അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ എല്ലാവരെയും കൂടെ വെട്ടി. അപ്പോൾ വീട്ടിലൊക്കെ അറിയിച്ചു, ആൾ തീർന്നു എന്ന് പറഞ്ഞ് അറിയിച്ച് മെഡിക്കൽ ടെസ്റ്റിൽ ഏകദേശം 3 ദിവസം കഴിഞ്ഞാൽ ബോധം വന്നത്. 20 ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ടില്ല, അത് എത്ര വെട്ട് കിട്ടിയെന്ന് നമുക്ക് ബോധമില്ല. കിണറ്റിൽ പോയി ഗൾഫിൽ ചെന്നാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചാടിപ്പറഞ്ഞു, ഞാൻ പൊക്കോളാന്ന്. അപ്പോൾ അന്ന് സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ പറഞ്ഞു ഇവന് ഭ്രാന്താണ്, ഇവന് തുടങ്ങിയാൽ രക്ഷപ്പെടാൻ പോകണില്ല. വിറ്റ് പോകാതെ നമുക്ക് നമ്മുടെ ഗോഡൗണും നമ്മുടെ വീട്ടിലും വെച്ച് ഫുള്ളായിട്ട് നമ്മൾ ഉസ്താദിനെ കൊണ്ടൊന്ന് മന്ത്രിച്ച് നിന്ന് വിറ്റ് പോകാനായിട്ട്. കാരണം അന്നത്തെ അനുഭവം എന്ന് വെച്ചാൽ അന്നൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോ മെറ്റീരിയൽ മേടിക്കൽ, അതിനുള്ള സാധനങ്ങൾ മേടിക്കൽ. അന്നൊന്നും ഈ ബാങ്ക് ലോൺ തരില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ കംഫർട്ട് സോണിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം. അവർക്ക് 10 to 5 ആണ് അവർ. ശരിക്കും ബിസിനസ്സിലേക്ക് പിള്ളേരൊക്കെ വരേണ്ടത്. വൈഫിൻ്റെ സപ്പോർട്ടാണ് ബിസിനസ്സിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ തന്നെ ആകാശം മുട്ട വളരെ ഏറ്റവും നല്ല ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഞങ്ങളൊക്കെ പുറകിലാണ്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാറില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ പുറകിലെ ബെഞ്ച് കയറാൻ. പക്ഷേ ബിസിനസ്സിൽ വന്ന മിക്കവരും അങ്ങനെയാണ്. കാരണം ഞങ്ങൾക്ക് ജീവിതം ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതം നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് എനിക്കും രംഗുവിനും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി ഞങ്ങൾ കാണുന്നൊരു വ്യക്തിത്വമാണ് അനസിക്ക. 30 വർഷമായിട്ടുള്ള തൻ്റെ സംരംഭക ജീവിതത്തെക്കുറിച്ച് സ്പാർക്കിലൂടെ അദ്ദേഹം പറയുകയാണ്. ഇന്ന് കോടികളുടെ വിറ്റുവരവിലേക്കും ഒരുപാട് എംപ്ലോയീസ് ഉള്ള വലിയൊരു സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തിയൊരു സ്റ്റോറി കേൾക്കാം. അനസിക്ക, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. ഒത്തിരി നാളായി ഞങ്ങൾ വിളിക്കുന്നു, ഇന്നാണെന്ന് നേരിട്ട് ഇവിടെ എത്താൻ അവസരം ഉണ്ടായതല്ലേ? ഇക്ക ജനിച്ചത് വളർന്നൊക്കെ എവിടെയാണ്? ഞാൻ എറണാകുളം ജില്ല കോതമംഗലത്താണ് ജനിച്ചത്. പഠിച്ചതൊക്കെ അവിടെ തന്നെ? അതെ, കോതമംഗലത്ത് സെൻറ് ജോർജ് സ്കൂളിലാണ് സ്കൂൾ ജീവിതം. അത് കഴിഞ്ഞ് MA കോളേജിലാണ് കോളേജ് ജീവിതം പഠിച്ചത്. അങ്ങനെയല്ല, നമ്മൾ പഠിപ്പില്ലാത്ര മികവല്ലാത്തതുകൊണ്ട് അന്ന് 4th ഗ്രൂപ്പാണ് പ്രീ ഡിഗ്രിക്ക് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ BA ഹിസ്റ്ററിക്ക് കിട്ടി, അതങ്ങ് പഠിച്ചു. പഠനം കഴിഞ്ഞപ്പോൾ തന്നെ സംരംഭകനായോ, ജോലിക്ക് പോയോ? അല്ല, പഠന സമയത്ത് തന്നെ വീട്ടിൽ തടിയുടെ ബിസിനസ്സും അതുപോലെ ലോറി ട്രാൻസ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു വാപ്പായ്ക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നടക്കുന്നതുകൊണ്ട് പഠിത്തത്തിൽ അത്ര വലിയൊരു മികച്ച ആളൊന്നും അല്ലായിരുന്നു. ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 ആൺപിള്ളേരാണ്. അപ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ സൗദിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ വന്നപ്പോൾ അപ്പയോട് ചോദിച്ചു, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അന്നൊക്കെ ഗൾഫ് എല്ലാവരും പോകുന്നതാണ്, ഒരു ഇതാണ്. ഗൾഫിൽ ചെന്നാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചാടിപ്പറഞ്ഞു, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ബിസിനസ്സായിരുന്നു. അവരുടെ ബിസിനസ് ഹോട്ടലുണ്ടായിരുന്നു, അതുപോലെ ഫാർമസി, ചെരുപ്പ് കട, അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പാർട്ണർഷിപ്പിലാണ് ബിസിനസ് ചെയ്തത്. പക്ഷേ നമുക്കൊരു 5 വർഷം ഞാൻ അവിടെ നിന്നോളൂ. 5 വർഷം കൊണ്ട് മതിയാക്കി? 5 വർഷം കൊണ്ട് ഞാനൊരു തിരിച്ചു പോന്നു. എന്നെ തിരിച്ചു പോരാൻ കാരണം എന്നാ? തിരിച്ചു പോരാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഈ മക്കയിലായിരുന്നു. മക്കയിൽ ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ, അവിടുത്തെ മക്ക പള്ളി എന്ന് പറഞ്ഞാൽ ഹറം എന്ന് പറയും, ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നു. ഹറമിൻ്റെ വികസനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെല്ലാം പൊളിച്ചു നീക്കി. പൊളിച്ചു നീക്കിയപ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ വേറെ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ സറൗണ്ടിൽ മാറിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഞാനിങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഇവിടെ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള രീതിയിലാണ്. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു സീ ഫുഡുമായിട്ടുള്ള വ്യവസായം നമുക്കിണങ്ങുന്നൊരു വ്യവസായം നമുക്ക് തോന്നി. അതിന് അങ്ങനെ തോന്നാൻ കാരണം ഒരു സീ ഫുഡ്, കോതമംഗലത്താണെങ്കിൽ കടലേ ഇല്ല. പിന്നെ എങ്ങനെ അങ്ങനെ തോന്നി? അല്ല, അങ്ങനെ തോന്നാൻ കാരണം ഞാൻ വിവാഹം കഴിച്ചത് കടലുള്ളൊരു നാട്ടിൽ നിന്നായിരുന്നു. ഒക്കെയുള്ള ചേർത്തല ഭാഗത്തു നിന്നാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തോന്നി, അങ്ങനെ CFTയുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഒരു ടെക്നോളജി മേടിച്ചിട്ട് അവരുടെ ടെക്നോളജി, അവരുടെ അഡ്വൈസിലാണ് നമ്മൾ ഈ സീ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങുന്നത്. സീ ഫുഡ് പ്രോസസ്സിങ് ആദ്യം തുടങ്ങിയത് അരൂർ ഇൻഡസ്ട്രി ഏരിയയിലല്ല, ഒരു ഉൾഭാഗത്താണ്, അരൂരിൻ്റെ ഒരു ഉൾഭാഗത്താണ് തുടങ്ങിയത്. പിന്നെ ഇത് പൊല്യൂഷനുള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് നാട്ടുകാർ സമ്മതിച്ചില്ല. നാട്ടുകാർ അങ്ങനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അന്ന് 5 ലക്ഷം രൂപ അഡ്വാൻസും 20,000 രൂപ വാടകയാണ്. അപ്പോൾ അന്ന് സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ പറഞ്ഞു ഇവന് ഭ്രാന്താണ്, ഇവന് തുടങ്ങിയാൽ രക്ഷപ്പെടാൻ പോകണില്ല
എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ ഏത് ബിസിനസ് ആര് ചെയ്താലും രക്ഷപ്പെട്ട അവൻ വലിയ കഴിവുകാരനും രക്ഷപ്പെട്ടില്ലെങ്കിൽ അവനൊരു മോശക്കാരനുമാണ്. രക്ഷപ്പെട്ടാ പറയും ഞാൻ അന്നേ പറഞ്ഞു അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പറയും ഇവനോട് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ നിൽക്കണ്ടെന്ന്. അന്ന് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ഒരു വലിയ കമ്പനി വാടകയ്ക്ക് എടുക്കുന്ന അഡ്വാൻസാണ് ഈ 5 ലക്ഷം. ഈ 97, 98 ആ 5 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് ഞാനൊരു പ്രോസസ്സിങ്ങിൻ്റെ ചെറിയ പ്ലാന്റ് എടുക്കുന്നു. അപ്പോൾ അതെടുത്ത് അതിൻ്റെ അകത്ത് തുടങ്ങി. പിന്നെ അതിൻ്റെ ഓർഡറും കാര്യങ്ങളും അതൊക്കെ ലോക്കലായിരുന്നു നമ്മൾ ചെയ്ത്. ബാംഗ്ലൂർ, അതുപോലെ ഹൈദരാബാദ്, അഹമ്മദാബാദ്, ഇന്ത്യക്കകത്ത് തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് പ്ലാന്റ് ആയിരുന്നു അത്. അങ്ങനെ ആ ബിസിനസ്സിലൂടെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് കയറി വന്നത്. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസയും, കാരണം സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ചോദിക്കട്ടെ, ആദ്യത്തെ ബിസിനസ് ഇപ്പൊ സൗദിയിൽ പോയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നത്. അപ്പൊ ആദ്യത്തെ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു കേരളത്തിൽ നമ്മൾ 90,000 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അപ്പോൾ അത് ചെറിയ എമൗണ്ടിലാണ് തുടങ്ങിയത്. നാട്ടുകാരുടെ സഹകരണം കാരണം അവിടെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതൊരു പൊല്യൂഷനുള്ള ഇൻഡസ്ട്രി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് മാറ്റിയത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പങ്ങളില്ല. പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങി. അത് ആദ്യം ഇന്ത്യക്കകത്തും പിന്നെ ഇന്ത്യക്ക് പുറത്തും. അങ്ങനെ ഒരു പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും പ്രൊഡക്റ്റ് വിറ്റ് പോകുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രൊഡക്റ്റ് വിറ്റ് പോകാതെ വന്നിട്ടുണ്ട്. വിറ്റ് പോകാതെ നമുക്ക് നമ്മുടെ ഗോഡൗണും നമ്മുടെ വീട്ടിലും വെച്ച് ഫുള്ളായിട്ട് നമ്മൾ ഉസ്താദിനെ കൊണ്ടൊന്ന് മന്ത്രിച്ചു തന്നു വിറ്റ് പോകാനായിട്ട്. അങ്ങനെ വരെ ചെയ്തിട്ടും ഇത് വിറ്റ് പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സീസൺ മാറുന്നതനുസരിച്ചാണ് അതിൻ്റെ ഇത്. അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ പുതിയതാണ്, നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാണ്. കാരണം നമ്മൾ പഠിച്ചത് BA ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയും ഈ ഫിഷറീസായിട്ടൊരു ബന്ധമില്ല. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എവിടം വരെ എത്തിയതെന്ന് പറയാൻ നമ്മളിപ്പോഴും ഒന്നും എത്തിയിട്ടില്ല. എന്നാലും ഞാൻ പറയുകയാണ്. കാരണം അന്നത്തെ അനുഭവം എന്ന് വെച്ചാൽ അന്നൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോ മെറ്റീരിയൽ മേടിക്കൽ, അതിനുള്ള സാധനങ്ങൾ മേടിക്കൽ. അന്നൊന്നും ഈ ബാങ്ക് ലോൺ തരില്ല. അപ്പോൾ ഈ ബാങ്കിൽ നമ്മൾ ചെക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ ഇതൊക്കെ ബാങ്ക് ലോൺ. ഇന്നൊക്കെയാണ് കോടികൾ വാരിക്കോരി ബാങ്ക് കൊടുക്കുന്നൊരവസ്ഥ. നമ്മൾ ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കോതമംഗലത്തൊക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇവിടെ ചെക്ക് ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റലായിട്ട് ആ ബാങ്കിൽ അയച്ച് കളക്ഷൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു 15 ദിവസം കൊടുക്കും. ആ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി പൈസ അടക്കും. അപ്പോൾ ചെക്ക് പാസ്സായി വരും. ഈ 15 ദിവസം കൊണ്ട് ഫണ്ട് റോൾ ചെയ്യും. ഫണ്ട് അപ്പോഴേക്കും നമ്മൾ കൊടുത്ത പേയ്മെന്റ് വരാനുണ്ടാവും. എവിടെ നിന്ന് റോൾ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഒരു അന്തവും കുന്തമൊന്നും ഇല്ല. റോൾ ചെയ്യാൻ നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കണം, പ്രോസസ്സ് ചെയ്യണം, പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഇതാണല്ലോ ശരിക്കും നമ്മുടെ ഒരു ഡെഡിക്കേഷനും പാഷനും നന്നായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഇതുവരെ എത്താൻ പറ്റിയത്. പിന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത 4-5 വർഷം ഭയങ്കര ബൂമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 വർഷം ഒന്ന് താഴേക്ക് പോകും, വീണ്ടും കയറി വരും. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് സീ ഫുഡ് ഇൻഡസ്ട്രി. നമ്മൾ പണ്ട് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിനിടയ്ക്ക് ഇക്കാക്ക് വലിയൊരു തിരിച്ചടി പറ്റിയാണ്. എന്തായിരുന്നു ആ സ്റ്റോറി? അത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയും, അത് അച്ഛനാണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്നത്. അപ്പോൾ ഞങ്ങൾ പണ്ടേ മൂലം ഒരു ഇടത് സഹയാത്രിക കുടുംബമാണ്. അങ്ങനെ കോളേജിൽ വെച്ചും നമ്മൾ അത്യാവശ്യം തല്ലൊക്കെ ഉണ്ടാക്കി, ABUP ഒക്കെ ആയിട്ട് തല്ലുണ്ടാക്കി കോളേജ് അടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇതിലും പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് വാപ്പ ഇലക്ഷൻ ജയിച്ചു. വിജയത്തിൻ്റെ ഒരു ഇത് വരുമല്ലോ, നമ്മളൊരു ജാഥ വരുമല്ലോ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ എല്ലാവരെയും കൂടെ വെട്ടി. അങ്ങനെ എന്നെ വെട്ടി കിണറ്റിലിട്ടു. അപ്പോൾ കറണ്ടില്ല. അത് എത്ര വെട്ട് കിട്ടിയെന്ന് നമുക്ക് ബോധമില്ല. കിണറ്റിൽ പോയി. അറിയില്ല. കൂടെയുള്ളവരൊക്കെ ചിതറിപ്പോയി. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ആ കിണറുമുണ്ട്. അത് മണിക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കിണറുമുണ്ട്. ആളുകളും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ഇതിൻ്റെ ആളുകളൊക്കെ. അല്ല, ആ കാലഘട്ടം വരെ, അതായത് 78-ൽ പഞ്ചായത്ത് ഭരണം കിട്ടിയിട്ട് ഈ 98-2000 വരെ മുസ്ലിം ലീഗാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു LDF ഭരണം വരികയാണ്. അപ്പോൾ അവർക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഈ മുസ്ലിം ലീഗുകാർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മളെ വെട്ടുന്നതും. അങ്ങനെ അവിടെ നിന്ന് അന്നത്തെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിരുന്ന KB മുഹമ്മദ്, പിന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഷാജി, അങ്ങനെ കുറേ പേര് കൂടി ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് നമ്മളെ കണക്ട് ചെയ്യുന്നവരെ എടുത്തിട്ട് കോതമംഗലം ബെസ്വലിയസ് ആശുപത്രി കൊണ്ടുവന്നു. അപ്പോൾ അവരെടുത്തില്ല അവിടെ. എനിക്ക് ബോധമില്ല. നമ്മളായാലും പോയി. അപ്പോൾ വീട്ടിലൊക്കെ അറിയിച്ചു. ആൾ തീർന്നു എന്ന് പറഞ്ഞ് അറിയിച്ച് ഭാര്യയും മറ്റേ ജ്യേഷ്ഠനും ഒക്കെ കൂടെ കൂടി അവരെല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് വന്നു. അപ്പോൾ KB മുഹമ്മദും ഈ
പാർട്ടിക്കാരുമാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ വീട്ടുകാർ പുറകിലാണ് വരുന്നത്. അങ്ങനെ വന്ന് കോലഞ്ചേരി വന്ന് അവിടെ അഡ്മിറ്റാക്കി. പക്ഷേ അഡ്മിറ്റാക്കിയിട്ടും വളരെ തലയ്ക്കായിരുന്നു നമുക്ക് പരിക്ക് കിട്ടിയത്. വെട്ടുകൂടാതെ ഈ കിണറ്റിൽ ഇടിച്ച് താഴേക്ക് പോയതിൻ്റെ പരിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി AP വർക്കി എന്ന് പറഞ്ഞ ആളാണ്, CPM അദ്ദേഹമാണ് നമ്മളെ കോലഞ്ചേരിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. പുള്ളിക്ക് മെഡിക്കൽ ട്രസ്റ്റിൽ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അതൊരു ജേക്കബേട്ടനുണ്ടായിരുന്നു. അവർ വന്ന് കോലഞ്ചേരിയിൽ നിന്ന് വന്ന് കണ്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് മെഡിക്കൽ ട്രസ്റ്റിൽ ഏകദേശം 3 ദിവസം കഴിഞ്ഞാൽ ബോധം വന്നത്. 20 ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു കിട്ടി. ജീവിതം തിരിച്ച് രാഷ്ട്രീയം അതിനോട് അടുപ്പം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിൽക്കണം. ഇപ്പോഴും നമ്മളൊരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെ. നമ്മൾ വേറെ അതിനകത്ത് വേറൊരു മാറ്റവും കോംപ്രമൈസിനൊന്നും പോയിട്ടില്ല ഇതുവരെ. അന്ന് പിന്നെ കേസൊക്കെ ഉണ്ടായിരുന്നു. കേസിൽ ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ അവർ കേസ് ശരിക്കും കൊലക്കുറ്റത്തിലുള്ള കേസാണെങ്കിൽ അവരുടെ സ്വാധീനം വെച്ച് അത് വിത്ഡ്രോ ചെയ്ത് കൊണ്ടുപോയി. ഗവൺമെൻറ്റിന് കേസ് വിത്ഡ്രോ ചെയ്യാമല്ലോ. അതാണ് അതിൻ്റെ അകത്ത് അവർക്കൊരു കിട്ടിയൊരു ഗുണം. അപ്പൊ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇക്ക ഒരു 20 ദിവസം ആശുപത്രിയിലും പിന്നെ ഒരു മാസം വീട്ടിൽ എന്താണെങ്കിലും വിശ്രമം ഉണ്ടാകും. തിരിച്ച് സംരംഭത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ സ്ഥാപനത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. കാരണം അവസ്ഥ അടഞ്ഞ മാതിരി നിൽക്കുകയാണ്. കാരണം ഒരു മാസം ഈ ഇലക്ഷനായിട്ട് കോതമംഗലത്ത് തങ്ങി. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലായി. ഭാര്യയുടെ ചീത്ത വേറെ, സ്വന്തക്കാരുടെ ചീത്ത വേറെ, പണിയാർക്കാണെങ്കിൽ ശമ്പളം കൊടുത്തിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ അത് അതൊക്കെ പിടിച്ചു കയറി വന്നത്. പിടിച്ചു കയറി വന്നു വെച്ചാൽ ഒരുപാട് പേര് നമ്മളിങ്ങനെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭാര്യയുടെ സ്വർണ്ണമാണ് ഏറ്റവും വലിയ സഹായം നമുക്ക്. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ അത് ഊരിത്തരാൻ കാണിച്ച മനസ്സല്ല. അല്ല, എല്ലാവരുടെയും വൈഫിൻ്റെ സപ്പോർട്ടാണ് ബിസിനസ്സിൽ ഏറ്റവും വലിയ കാര്യം. അവർ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പോരും. അത് ഏതോ ഓണ്ടർപ്രണറോടും എനിക്ക് പറയാനുള്ളതാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കയറി പോരാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ ഇൻഡസ്ട്രി, എക്സ്പോർട്ടിങ് തുടങ്ങി, ആയുർവേദം തുടങ്ങി. അങ്ങനെ ഇതെല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒരു വ്യവസായത്തിലേക്ക് വരുന്ന ഒരാൾ ഒരിക്കലും ഒരു ജോലി പോലെ 10 to 5 അല്ല. ഇത് രാവും പകലും നമ്മൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആണ്. 24/7 നല്ല പാഷനേറ്റ് ആയിരിക്കണം. അതിൻ്റെ ഫോക്കസ് ആയിരിക്കണം. ചില അപ്സും ഡൗൺസും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്, പല സമയത്ത് നഷ്ടം വന്നിട്ടുണ്ട്, കയറി പോന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണ് ബിസിനസ്. എന്നിട്ട് ഈ ബിസിനസ്സിനെ അടുത്ത രീതിയിലേക്ക് പിന്നെ ഡെവലപ്പ് ചെയ്യാണ്. അത് പിന്നെ എക്സ്പോർട്ടിങ്ങിലേക്കായി. നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിലേക്കായി. ഞങ്ങൾ 2-3 പാർട്ട്ണർമാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സ്പോർട്ടിങ് തുടങ്ങി. 2009 തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ വലുതായി വന്നപ്പോഴാണ് ഞാൻ സെപ്പറേറ്റായി ഞാൻ ഒറ്റയ്ക്കായിട്ട് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതും നന്നായിട്ട് തന്നെ പോയി ബിസിനസ്. ആ സ്ഥാപനത്തിന് പേരിട്ടെ ഈ പുതിയ സ്ഥാപനം അത് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്ത സ്ഥാപനം. ഈ 3 പേരും കൂടി ഇട്ട് നമ്മൾ എടുത്തിട്ട് 2 പേരെയും കൂടെ പാർട്ട്ണർഷിപ്പ് കൂട്ടി അങ്ങനെ ടേക്ക് ഓവർ ചെയ്തൊരു സ്ഥാപനം. അത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തന്നെയാണ്. എൻ്റെ ഈ പ്രോസസ്സിംഗ് സെൻറ്റർ തൊട്ടടുത്തുള്ള സ്ഥാപനം അത് ചാലക്കുടിയുള്ളൊരു ബാറുകാരൻ്റെ ആയിരുന്നു, പ്രതാപൻ ചേട്ടൻ കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി വില പറഞ്ഞ് മേടിച്ച്. ഈ മേടിക്കുമ്പോൾ പോലും ഇതിൽ കാശ് കൊടുക്കും. ഞാൻ 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അന്നേരം പാർട്ട്ണർ നിശ്ചയിച്ചിട്ടില്ല ആരാത്. ഇത് അഡ്വാൻസ് കൊടുക്കുമ്പോൾ പോലും ഇന്നയാൾ പാർട്ട്ണറിന്നില്ല. അന്ന് എൻ്റെ ഫ്രണ്ട് ചെറുകാട്ടൻ ആശ്രയിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ മാമു എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമ്പനി പാർട്ണർഷിപ്പ് പിരിഞ്ഞ് നിൽപ്പുണ്ട്, അദ്ദേഹത്തെ കൂട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ മാമുക്ക ഈ നാസർക്കായും കൂടെ വീട്ടിൽ വന്ന് അങ്ങനെയാണ് പുള്ളി പാർട്ണർഷിപ്പ് കൂടി. പിന്നെ മാമുക്ക നിയാസ് എന്ന് പറഞ്ഞ ഒരാളെ കൂടെ കൂട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് പാർട്ണർമാരായിട്ട് അതിൻ്റെ അകത്ത് കച്ചവടം കൊണ്ട്. അത് നന്നായിട്ട് പോയി. അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിസിനസ്സിൽ. കാരണം ഞങ്ങൾ സാധനം കൊടുത്തിട്ട് പൈസ കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് എക്സ്പോർട്ടിങ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ ഫണ്ട് കുടുങ്ങി കിടക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ കൺട്രി ഫണ്ട് കൊടുക്കാനായിട്ട് ദൈവം ഒരു സാഹചര്യം ഒരുക്കണതാണ്. റോ മെറ്റീരിയൽ കൂടുതലുണ്ട്. ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് ഒരാൾ 2 കണ്ടെയ്നർ ഓർഡർ ചെയ്താൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും 5 എണ്ണം ആയിക്കട്ടെ അല്ലെങ്കിൽ 10 എണ്ണം ആയിക്കട്ടെ എന്ന് ചോദിക്കും. പ്രോസസ് ചെയ്ത് വെച്ചാൽ നമ്മൾ സ്റ്റോറിൽ വെക്കണം. അപ്പോൾ അങ്ങോട്ട് പോയാൽ അയാൾ വിറ്റ് പൈസ തരും എന്ന രീതിയിൽ, അല്ലെങ്കിൽ LCയിലോ DA പേയ്മെൻറ്റിൽ ഒക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇത് വിറ്റിട്ട് തന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകണം. നമുക്കൊരു $1.5 ലക്ഷം ഒരാൾ തരാണ്ടായിട്ട് ഞാനും നമ്മുടെ പാർട്ട്ണർ ഷമീറൊക്കെ കൂടെ അവിടെ പോയി 2-3 മാസം സ്റ്റേ ചെയ്താണ് പൈസ കുറച്ചേ കിട്ടിയുള്ളൂ, ബാക്കി കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ചൈനയിൽ നമുക്ക് പൈസ കിട്ടിയിട്ട്, ചൈനയിൽ എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാൻ അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, നമ്മുടെ ഉള്ള ഇംഗ്ലീഷ് വെച്ചാണ് നമ്മൾ ഒപ്പിക്കുന്നത്. അത് ഷാങ്ഹായിലെ ബീജിങ്ങിലൊന്നും അല്ല, ഉള്ളേരിയയിൽ ബുള്ളറ്റ് ട്രെയിനിൽ ഒരു 800 കിലോമീറ്ററോളം പോകണം. ബീജിങ്ങിൽ നിന്ന് ഷാങ്ഹായിൽ നിന്ന് പോകണം.
അവിടെ പോയി 18 ദിവസം ഞങ്ങൾ ഈ മുസ്ലിംസിന് പന്നി കഴിക്കാൻ പാടില്ല, ഫുഡിലെല്ലാം പന്നി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണല്ലോ, അതിന് കഞ്ഞി കിട്ടും. ആ കഞ്ഞിയാണ് നമ്മൾ കുടിക്കണത് ഈ 18 ദിവസം. പിറ്റേ ദിവസം കഞ്ഞി കുടിക്കുന്നത് വരെ ഒന്നും കഴിക്കാൻ പാടില്ല. കാരണം എന്ത് ഫുഡിലും അവിടെ ഫ്രിഡ്ജിൽ മദ്യം ഉണ്ടാവും, ഫുഡിലെല്ലാം പന്നിയുടെ നെയ്യ് ചേർത്തിട്ടുണ്ടാവും. ഇന്നൊക്കെ അവസ്ഥയൊക്കെ മാറി കേട്ടോ. ഇപ്പം നമ്മളൊരു 15-20 വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയണത്. അന്ന് അവിടെ കിടന്ന് ഈ ഒരു പരിചയമില്ല. ഈ പൈസ തരാനുള്ള ആദ്യത്തെ 2 ദിവസം നമ്മളെ കാറിൽ കൊണ്ടുപോയി അവരുടെ ഫാക്ടറിയിലേക്ക്. പിന്നെ ഇവൻ ശല്യം പോണില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി. പക്ഷെ ഞാൻ ഈ വഴി കണ്ടുവച്ചിട്ട് രാവിലെ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നടന്ന് അവിടെ ചെല്ലും, വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. എനിക്ക് പേടിയുണ്ട്, അവരെന്നെ കൊന്നു കളഞ്ഞാലും ആരും അറിയില്ല. കാരണം അവിടെ ഭരണം അങ്ങനെയാണല്ലോ അവിടുത്തെ. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഹായം വലുത്, അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് പൈസ മേടിക്കാനായിട്ട്. പിന്നെ അവിടുന്ന് പൈസ അവർ കുറച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോങ്കോങ്ങിൽ നിന്ന് അവർ പൈസ അയച്ചു തന്ന് 18ാമത്തെ ദിവസമാണ് പോകുന്നത്. ഭാര്യയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, വരുമല്ലോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കുള്ള ഇതാണല്ലോ. ഈ പൈസ എവിടെ കുടുങ്ങിയാലും നമുക്ക് ലോഹ്യം കൂടി മേടിക്കൽ നടക്കുള്ളൂ. അപ്പോൾ അന്ന എനിക്ക് പൈസ തരാണ്ടെങ്കിലും അന്നേനോട് ലോഹ്യം കൂടി മേടിക്കില്ല, വഴക്ക് കൂടിയാൽ പിന്നെ കേസിന് പോക്ക് നടക്കും. കോടികൾ നമുക്ക് കിട്ടാനുള്ള കോടികൾ മേടിക്കാനാണ് നമ്മൾ ഈ 18 ദിവസം പട്ടിണി കിടന്നത്. അന്ന ഈ പറഞ്ഞ കോടിയൊന്നും അന്ന് നമ്മുടെ പ്രതീക്ഷയിലില്ല. നമുക്ക് ലക്ഷങ്ങൾ പോലും പ്രതീക്ഷയില്ല. നമുക്ക് നമ്മുടെ കുടുംബം പുലർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്നത്. ഇത് കോടിയാവുമെന്നോ ഇത് ലക്ഷങ്ങളാവുമെന്നോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അന്നെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു വണ്ടി, ആദ്യമൊരു മാരുതി വാനായിരുന്നു. അത് കഴിഞ്ഞ് സ്കോർപ്പിയോ ഇറങ്ങിയപ്പോൾ നമ്മൾ സ്കോർപ്പിയോ എടുത്ത് 9,000 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്പർ. ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ്. നമ്മൾ വളരെയാന്ന് നമ്മളെ തന്നെ നമ്മൾ വിശ്വസിപ്പിച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പണിയെടുക്കാൻ നമുക്കൊരു ഉത്സാഹം വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പജീറോയുടെ ഷോറൂം വന്ന് കുണ്ടന്നൂർ നെട്ടൂർ ഭാഗത്തുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെ നിർത്തി ഇങ്ങനെ പജീറോ കണ്ട് ആസ്വദിച്ച് ഇതെങ്ങനെയെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റമദാൻ 27 ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പാണ്. അന്ന് പജീറോ ഒക്കെ എടുക്കുന്നത് ഇവിടുത്തെ വലിയ പുള്ളികളാണ്, നമ്മളൊരു പുള്ളിയല്ല. പക്ഷേ നമ്മൾ അത് ആഗ്രഹം കൊണ്ട് നമ്മൾ പോയി എടുത്ത് പജീറോയിൽ നമ്മളൊരു 3-4 വർഷം പജീറോയാണ് ഉപയോഗിച്ച്. നല്ല സുഖമുള്ള വണ്ടിയാണ്. കാരണം ഈ മല കയറാനൊക്കെ ഇപ്പോഴത്തെ ലാൻഡ് ക്രൂസറിനേക്കാളും മറ്റു വണ്ടികളെക്കാളും നല്ലത് പജീറോ തന്നെയാണ്. കാരണം ഈ ലാൻഡ് ക്രൂസറും പിന്നെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം വേണം കേട്ടോ. ഇതൊരു നമ്മുടെ ഒരു പാഷനും ഫോക്കസുമാണ് എന്തിലും ഏത് ഫീൽഡിലും നമ്മൾ വിജയിപ്പിക്കുക. കാരണം പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി, കേസുകൾ ഒരുപാടുണ്ടായി നമ്മുടെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഓവർകം ചെയ്യണം. ദൈവം നമുക്കൊരു ശക്തി തരിക എന്നുള്ളതാണ്, അല്ലാതെ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെ ഓവർകം ചെയ്ത് വന്നു, ഇത്രയേ ഉള്ളൂ. ഇക്ക ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇക്ക പറഞ്ഞു ഫാമിലിയുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ എപ്പോഴും വൈഫ് കൂടെ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്മാർ അനിയന്മാർ ഇവരൊക്കെ കൂടെ നിന്നിട്ടുണ്ട്. 30 വർഷം കൊണ്ടാണ് ഇക്ക ഇന്ന് കാണുന്ന മണാറ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം എന്ന് തന്നെ ഞാൻ പറയും, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഇപ്പോഴത്തെ കുട്ടികളോട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇവരോട് 30 വർഷത്തെ ഒരു സംരംഭക ജീവിതത്തിൽ നിന്നും ഇക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കമന്റ് എന്തായിരിക്കും? നമ്മൾ ഇതുവരെ ഒരു സാമ്രാജ്യമൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹത്തിൻ്റെ 10% പോലും നമ്മളായിട്ടില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഇതുപോലത്തെ ഒരു രീതിയല്ല. നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. കാരണം അതിനുള്ള സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആകാശം മുട്ട വളരാൻ രാജ്യങ്ങൾ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ വളരാവുന്നൊരു ബിസിനസ്സാണ്. പക്ഷേ അവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് വളരാവുന്നൊരു അന്തരീക്ഷം കേരളത്തിലുള്ള കുട്ടികൾ, ഇപ്പോൾ എവിടുത്തെ കുട്ടി ആയിക്കോട്ടെ, എനിക്ക് പറയാനുള്ളത് ചെയ്യുന്ന ബിസിനസ്സിനോട് നല്ല 100% നമ്മളൊരു കൂറ് പുലർത്തുക, ഫോക്കസ്ഡായിരിക്കുക. അതായത് പ്രശ്നങ്ങൾ എല്ലാ ബിസിനസ്സിലും വരും. പ്രശ്നമില്ലാത്ത ബിസിനസ്സില്ല, ക്വാളിറ്റി റിജക്റ്റ് ചെയ്യാത്തൊരു വ്യവസായം ഉണ്ടാവില്ല. ഏത് വ്യവസായിയുടെയും ക്വാളിറ്റി റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും ചെന്ന് നമ്മൾ ക്വാളിറ്റി, കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സ്പോർട്ട് ബിസിനസ്സിലൊരു ഇതെന്ന് വെച്ചാൽ ഒരിക്കലും മേടിക്കുന്ന ആളെ കാണുന്നില്ല. മേടിക്കുന്ന ആൾ ക്വാളിറ്റി, അല്ലെങ്കിൽ ഏജൻറ്റ് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് 20,000-25,000 കിലോ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ തന്നെ പിടിച്ച് നിന്നാൽ നമ്മൾ കയറി വരും ഏത് ബിസിനസ്സാണെങ്കിലും. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ കംഫർട്ട് സോണിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം. അവർക്ക് 10 to 5 ആണ് അവർ. അതുകൊണ്ട് എല്ലാം കയറി പോകണോണ്ടില്ലേ, വിദേശത്തേക്ക് കയറി പോവുകയാണ്. അവിടെ പോയ ഒരു ശമ്പളം കിട്ടും. ആ ശമ്പളത്തിന് അവർക്ക് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല.
കാരണം ഡെയിലി ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് നൈറ്റ് ഷിഫ്റ്റ് വരികയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെയല്ല. ശരിക്കും ബിസിനസ്സിലേക്ക് പിള്ളേരൊക്കെ വരേണ്ടത്. ബിസിനസ് ഒരു ട്രെയിലേക്ക് കയറിയാൽ ഒരു 5 വർഷം കഷ്ടപ്പെട്ടാൽ നമുക്ക് 50 വർഷം സുഖമായിട്ട് ജീവിക്കാം. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. 5 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എവിടെയാണെന്ന് കണ്ടെത്തി അതിനുള്ള ഫാക്ടറിയും സെറ്റപ്പും ഒക്കെ ചെയ്താൽ പിന്നെ നമ്മുടെ കൂടുന്ന ഒരു ടീമുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ മാനേജേഴ്സ്, നമ്മുടെ ജോലിക്കാർ, അവരിത് നന്നായിട്ട് നയിക്കും. നമ്മൾ ആ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ജോലി ചെയ്താൽ 35-40 വർഷം സർക്കാരിലാണെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. നമുക്കൊരു കല്യാണത്തിന് പോകണമെങ്കിൽ അയാളോട് ചോദിക്കണം. ഒരു വ്യവസായിക്ക് എവിടെ പോണേനും അവൻ ആരോടും ചോദിക്കേണ്ടതില്ല, അവൻ്റെ സൗകര്യത്തിന്. കാരണം നമ്മൾ 24/7 ആണ്. നൈറ്റും വ്യവസായത്തിലാണ്. കാരണം പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രി തന്നെ തീരുമാനിച്ച് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ഈ നാളെ നമ്മളില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല. കാരണം അതിനുള്ള ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യണം, മാനേജറും ടീമും ഒക്കെ. ഞാൻ ചോദിക്കാൻ വരട്ടെ, ഇതിനകത്തേക്ക് ഞാൻ വന്നത്, നമ്മൾ പരിചയപ്പെട്ട ഏകദേശം ഒരുപാട് വർഷങ്ങളായി. അന്നും ഇന്നും ഇക്കടെ ഒരു വലിയൊരു സ്ട്രെങ്ത് കാണാറുണ്ട്. അതിൽ ചില വ്യക്തികളെ നമ്മൾ വർഷങ്ങളായിട്ട് അറിയാവുന്നവരുണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയോട് എത്ര നാളായിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തുടങ്ങിയ കാലം മുതലുണ്ടെന്ന് പറഞ്ഞു. ഒരു എംപ്ലോയി മാനേജ്മെന്റ് ഇക്കടെ വളർച്ചയിൽ ഇക്കൊക്കെ എത്രത്തോളം നന്നായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്? ഒരു ബിസിനസ്സിനെ അത് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും? എംപ്ലോയീസാണ് നമ്മുടെ വിജയം. എംപ്ലോയീസിനെ നമ്മൾ നല്ല നിലക്ക് നിർത്തിയാൽ, കാരണം നമ്മൾ അവരുടെ ആവശ്യങ്ങളിലെല്ലാം കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ നിർത്തിയാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്തോളും. എംപ്ലോയീസിനെ നമ്മൾ ഈ വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യണത് ആ ഒരു കാര്യത്തിന് ചീത്ത പറയുക, അത് കഴിയുമ്പോൾ അവർ തോളത്ത് കൈയിട്ട് കാരണം അവർക്ക് മനസ്സിലാവണം അവർ ചെയ്ത തെറ്റിനാണ് വഴക്ക് പറഞ്ഞത്, പേഴ്സണൽ അല്ല എന്ന് മനസ്സിലാവണം. മനസ്സിലായി. പിന്നെ നമുക്ക് ഒരാളെ ഇപ്പോൾ അന്നയെ നമുക്ക് ചീത്ത പറയണം, അന്നയെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അന്ന ചെയ്ത് തെറ്റാന്ന് പറയണം. നമ്മുടെ സ്റ്റാഫിൻ്റെ മൊത്തത്തിൽ വെച്ചിട്ട് അവരെ വഴക്ക് പറയരുത്. കാരണം അപ്പോൾ അവരുടെ ഒരു അന്തസ്സിന് ഒരു ഇടിവ് വരുവാണ്, കോൺഫിഡൻസ് വരും. എല്ലാ മനുഷ്യരുടെ ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി കളയാൻ നമ്മൾ നിൽക്കരുത്. നമുക്കൊരാളുടെ വഴക്കുണ്ടെങ്കിൽ തന്നെ പരസ്യമായിട്ട് ഒരാളെയും ചീത്ത വിളിക്കരുത്. നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരോട് പറയുക, അല്ലെങ്കിൽ രംഗു നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെ, കാരണം എല്ലാം വർഷങ്ങളോളം ആയ സ്റ്റാഫുകളാണ്, അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു ഇൻ്റർവ്യൂവിനെങ്കിലും വരാൻ പറ്റുന്നത്. നമുക്ക് മാറി നിൽക്കാം. എനിക്ക് കുറേ പാലിയേറ്റീവ് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഹാജിമാരെ സഹായിക്കുന്നതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പോകാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. കാരണം മക്കളൊക്കെ ഇപ്പോൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളൂ. ഈ സ്റ്റാഫാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു വർഷങ്ങളായിട്ട് സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒരു മേഖലയിൽ നിന്ന് ഫുഡ് തന്നെയാണെങ്കിലും ഫ്രോസൺ ഫുഡ്സ് എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു മേഖലയാണ്. അതിനകത്തേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? അത് നമ്മുടെ ഈ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി ഇന്ത്യയിലും കേരളത്തിലും. ഈ പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയെന്ന് വെച്ചാൽ ഒരു വീട്ടിലും അന്ന ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഒന്നും വീട്ടിലുണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിന്നു. ഈ ഫ്രോസൺ റെഡി ടു ഈറ്റാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മൾ ഇത് നമ്മുടെ പ്ലാന്റിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളിലോടത്തിൽ നമ്മൾ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇനി സമോസ, ബർഗർ പാറ്റി, ഫ്രഞ്ച് ഫ്രൈസ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹബ്ബുകളുണ്ട്. വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം വരെ നമുക്ക് ഹബ്ബുകളിൽ നിന്നാണ് ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ B2B ഉണ്ട്, B2C ഉണ്ട്. B2Bയിലാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. B2B എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഹോട്ടലുകൾക്ക് കുറേയൊക്കെയാണ്, റെസ്റ്റോറൻറ്റ്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിലുണ്ടല്ലോ, കാറ്ററിംഗുകാർ, ഇവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ റെഗുലറായിട്ടൊരു ഓർഡർ ഉണ്ട്. ഈ അവർക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഫ്രോസൺ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് രാവിലെ പോയി കോഴി മേടിക്കുകയോ രാവിലെ പോയി മീൻ മേടിക്കുകയോ ചെയ്യണ്ട. ഞങ്ങൾ ഏത് സ്പെക്കാണോ അവർ ചോദിക്കുന്നത് ആ സ്പെക്കിൽ കട്ട് ചെയ്ത് തലേദിവസം എത്തിച്ചു കൊടുക്കും. ഇനി പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ 10 മണിക്കും ഓർഡർ ചെയ്താൽ 12 മണിക്ക് മുമ്പ് എറണാകുളത്ത് എവിടെ വേണമെങ്കിലും എത്തിക്കും. അതിപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സബിൽ നിന്ന് പോകും, വയനാടാണെങ്കിൽ വയനാട് സബിൽ നിന്ന് പോകും. ഈ ആളുകൾക്ക് ഈ ഹാൻഡ്ലിങ്ങാണ് എളുപ്പമാണ്. ഏത് ഷെഫിനും ഹാൻഡ്ലിങ്ങാണല്ലോ എളുപ്പം. അവരുടെ സ്പെക്കിൽ ഒരു സാധനം കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ പിന്നെ അവർക്ക് ഒന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ തന്നെ ആകാശം മുട്ട വളരെ ഏറ്റവും നല്ല ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഫുഡ് എന്ന് വെച്ചാൽ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിക്കുന്ന ഇതിന് ഒരിക്കലും നമുക്ക് കോവിഡ് കാലത്ത് പോലും, കോവിഡിൽ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്ത ഏക വ്യവസായം ഫുഡാണ്. ആ സമയത്ത് പോലും നമ്മൾ ഒരു പ്രശ്നവും അതില്ല. ആദ്യം ഇനീഷ്യലി കമ്പനികളൊക്കെ അടക്കണമെന്നൊക്കെ ജില്ലാ കളക്ടർ പറഞ്ഞെങ്കിലും പിന്നെ അതെല്ലാം ഓപ്പണായി കിട്ടിയത് ഫുഡിനാണ്. ഫുഡ് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആദ്യമേ ഓപ്പൺ ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ലോകത്ത് എല്ലായിടത്തും ഉണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, IPO ഇങ്ങനെയുള്ള ഈ പുതിയ കാലത്തിനനുസരിച്ചുള്ള യാത്ര ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ പയ്യെ പയ്യെ വളരും. ലൈക്ക് മനാര ബയോഫാർമ എന്ന് പറയുന്ന കമ്പനിയും ഈറ്റോ ഫ്രഷ് ഒക്കെ IPOയിലേക്ക് ലിസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. അല്ല, അത് ലിസ്റ്റ് ചെയ്യൽ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല. ശരിക്കും ഒരു 3 വർഷം, ഇപ്പോൾ 1 കോടി രൂപ പ്രോഫിറ്റിൽ 3 വർഷം ഉണ്ടായാൽ മാത്രമേ ഈ ചെറിയ കമ്പനികൾക്ക്, നേരത്തെ ചെറിയ കമ്പനിക്ക് SME ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ SME ലിസ്റ്റിങ്ങിൽ പ്രോഫിറ്റും കുറേ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട്. ഇതൊക്കെയാണെങ്കിൽ കൂടി കേരളത്തിൽ നിന്ന് ആകെ 33 കമ്പനികളാണ് ഈ ലിസ്റ്റിങ്ങിന് പോയിട്ടുള്ളൂ. ചെറിയ ലിസ്റ്റിങ്ങിന് പോയിട്ടുണ്ട് കമ്പനികൾ. അപ്പോൾ എന്താണ് ഈ IPO ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊന്നും ഇത് നടന്നാലേ പിടിക്കുകയുള്ളൂ. ഞാൻ ഈ മർച്ചൻറ്റ് ബാങ്കറെ കാണാനൊക്കെ ആയിട്ട് ബോംബെയിലൊക്കെ പോയി ഇവരുമായിട്ടുള്ള ഇവരുടെ ഡിസ്കഷനിൽ ഇവർ ഓരോ കാര്യങ്ങൾ പറയും, ക്രൈറ്റീരിയ പറയും. ഡ്യൂ ഡിലിജൻസ് ഇങ്ങനെയായിരിക്കണം, ഇതായിരിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വ്യവസായ അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ അറിവ് മറ്റുള്ള വ്യവസായികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മളിൽ തന്നെ വെക്കുന്നില്ല. അപ്പോൾ അന്നയാണെങ്കിൽ അന്ന പോയി രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ വേറൊരാൾ പോയി രക്ഷപ്പെടട്ടെ എന്നല്ലാതെ നമ്മുടെ അറിവുകൾ നമ്മളിൽ തന്നെ വെക്കുന്നില്ല. നമ്മൾ ഏത് വ്യവസായിക്കും എന്താവശ്യത്തിനും വിളിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഞാൻ ഇക്കയിൽ കണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പം FBO എന്ന് പറയുന്ന സംഘടനയാണെങ്കിലും ഇനി അത് തന്നെയല്ലേ ഇപ്പം ഇക്ക പറഞ്ഞതുപോലെ SME IPOനെ കുറിച്ചൊക്കെ ഇക്ക അറിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വഴി തന്നെ ഇക്ക എത്രയോ പേരോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇക്കയുടെ വലിയൊരു ക്വാളിറ്റിയാണ്. എല്ലാവർക്കും ആ ക്വാളിറ്റി കിട്ടത്തില്ല. അല്ല, ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു ടേൺ ഓവറിൽ × 5 × 8 ഒക്കെ വാല്യൂ ചെയ്തിട്ടാണ് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്ററിന് ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഒരു എക്സിറ്റ് പോളിസി കൊടുത്താൽ 3 വർഷം കൊണ്ട് ഞാൻ ഈ ടേൺ ഓവറിലെത്തും, അപ്പോൾ നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ പൈസയും മേടിച്ച് നിങ്ങൾക്ക് പോകാം എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ IPOയ്ക്ക് പോവാണ്. IPOയ്ക്ക് നമ്മൾ ഈ ലിസ്റ്റിങ്ങിന് പോകുമ്പോഴുള്ള ഗുണം, ഷെയർ മേടിക്കുന്നവരൊന്നും നമ്മളറിയുന്ന ആരും മേടിക്കുന്നില്ല. വിശാലമായ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഈ നിൽക്കുന്ന പലരാണ് നമ്മുടെ ഷെയർ മേടിക്കുന്നത്. ഒരാളോട് നമുക്ക് നമ്മൾ പണിയെടുത്ത് വ്യവസായം വലുതാക്കിയാൽ മതി. ഒരു വ്യവസായിയോട് നമ്മൾ ഷെയറിന് കൊടുത്ത് പൈസ മേടിക്കുന്ന മാതിരിയല്ല. ഏറ്റവും നല്ലത് ലിസ്റ്റിങ്ങിന് പോവുക. ലിസ്റ്റിങ്ങിന് പോയാൽ പല സ്റ്റേറ്റുകളിലെ പല ആളുകളാണ് നമ്മുടെ ഷെയർ മേടിക്കുന്നത്. നമുക്ക് ഗ്രോത്ത് ഉണ്ടായാൽ മതി, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായാൽ മതി. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുത്താൽ മതി. എഫർട്ട് 100 അല്ല 110%. നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്ന രീതിയിൽ പണിയെടുക്കും. അതായത് മരിക്കുന്നത് വരെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാവും. ഈ ഉയർച്ചയുണ്ടായ എല്ലാ വ്യവസായികളും നിങ്ങൾ നോക്കിയോ, ചെറുങ്ങനെ ഇപ്പോൾ കൊച്ചേശ്വർ ചിറ്റിപ്പള്ളി സാർ പറഞ്ഞിട്ടുണ്ട്, ഒന്നരാടാണ് ആദ്യം പുള്ളി കേബിൾ ഉണ്ടാക്കിയത് ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ട് 15 ദിവസത്തേക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് വിൽക്കാവുന്ന അവസ്ഥ വന്നപ്പോൾ 5 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തു. പിന്നെയാണ് 1 മാസത്തേക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് കിട്ടുന്നത്. എല്ലാ വ്യവസായികളും ഞങ്ങളുടെ ഞങ്ങൾ മലഞ്ചരക്കൊക്കെ ചെയ്യുന്ന കോതമംഗലത്താണല്ലോ, വ്യവസായ ഫാമിലിയാണ് ഞങ്ങൾ. ചെറിയ മലഞ്ചരക്ക് അതുപോലുള്ള ഇതൊക്കെ ചെയ്യുന്ന വ്യവസായ കുടുംബമാണത്. പക്ഷേ നമ്മുടെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് പുതിയ വ്യവസായികളും ഏത് കുട്ടികളും വ്യവസായത്തിലൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ. അതാണ് ഇക്ക 30 വർഷം കൊണ്ട് പഠിച്ചത്. അത് നമ്മൾ പഠിച്ചത് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാകും നമ്മുടെ കച്ചവടത്തിൽ. പക്ഷേ നമ്മൾ പതറരുത്. ഇത് നമുക്ക് തിരിച്ച് പിടിക്കാം, നമ്മൾ തിരിച്ച് പിടിക്കും. ഈ വിശ്വാസം നമ്മളിലുണ്ടാവണം. കേൾക്കാം. വളരെയധികം സന്തോഷം. കാരണം 30 മിനിറ്റ് നമ്മൾ സംസാരിച്ചു. അത് ഏകദേശം ഒരു നമ്മുടെ ജീവിതകഥ എന്നെ ഒരു കാരണവശാലും 30 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല. ഈ 30 ശരിക്കും 30 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല. കാരണം അതിന് മാത്രം കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഇവിടം വരെ എത്തിയത്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഗവൺമെൻറ്റായിട്ടുള്ള പല കാര്യങ്ങളിലുള്ളത്, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു റെയിലേ കയറി ഓടിത്തുടങ്ങുമ്പോഴാണ് നമുക്ക് ബാങ്കൊക്കെ ലോൺ തന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും സഹായിച്ച്, അല്ലെങ്കിൽ കുറേ പേര് നമ്മൾ ഓടനാന്ന് വിളിക്കും, പൊട്ടനാന്ന് വിളിക്കും. കാരണം ബിസിനസ് ചെയ്തിട്ട് ആദ്യമേ വിളിച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ വിജയിക്കുമ്പോൾ പറയും അവൻ നല്ല കഴിവുള്ളവനാന്ന് പറയും. അതിപ്പോൾ ഏത് പുതിയ കുട്ടികൾ വ്യവസായത്തിൽ വന്നാലും തോറ്റാൽ അവൻ പൊട്ടൻ അല്ലേ, പണ്ടേ ഞാൻ പറഞ്ഞല്ലേ എന്ന് പറയും. വിജയിച്ചാൽ പറയും അവൻ മിടുക്കനാണ്, അവൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു, ഞാനന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറയും. ഇതെല്ലാം സ്വന്തക്കാരും പറയും, നാട്ടുകാരും പറയും. ആളുകളുടെ കമൻറ്റ് കേട്ട് ബിസിനസ് ചെയ്യണ്ട. നമ്മുടെ ഉള്ളിൽ ഒരു പാഷനും ഫയർ വേണം. ആ ഫയർ ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവനൊക്കെ ജോലിക്ക് പോകല. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച് നല്ല ബുദ്ധിയുള്ളതും ഉള്ളവരൊക്കെ ബാങ്കിലെ ജോലിക്കാരും ഒക്കെയാണ് അവരൊക്കെ ഇപ്പോൾ ഗൾഫിൽ പോയി ജോലികളൊക്കെ ചെയ്യണം. അവർ ടീച്ചർമാരും ഒക്കെ ഉണ്ട്. വ്യവസായത്തിലേക്ക് കുറച്ച് പേരെ വന്നുള്ളൂ.
അവരെല്ലാരും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു അല്ലേ? അല്ല, അവർ ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആയിരുന്നു, പഠിക്കുന്ന കുട്ടികളാണല്ലോ. അല്ല, ബിസിനസ്സിലേക്ക് വന്നവര്. ഞങ്ങളൊക്കെ പുറകിലാണ്, കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാറില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ പുറകിലെ ബെഞ്ചുകാരാണ്. പക്ഷെ ബിസിനസ്സിൽ വന്ന മിക്കവരും അങ്ങനെയാണ്. കാരണം ഞങ്ങൾക്ക് ജീവിതം ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചു ജീവിതം. ഇക്ക ഒരുപാട് വർഷം ബിസിനസ് ചെയ്യുന്നു, രാഷ്ട്രീയത്തിലേക്ക് വളരെ സജീവമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇക്കോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളം സംരംഭക സൗഹൃദ സംസ്ഥാനമാണോ? കേരളം സംരംഭക സൗഹൃദമാണ്. കാരണം വ്യവസായികൾക്ക് ഇവിടെ വ്യവസായം ചെയ്യുന്നതിന് ആരെയും പേടിക്കണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. എന്നാൽ 100% സൗഹൃദമാണെന്ന് ചോദിച്ചാൽ ചില വ്യവസായത്തിൻ്റെ കാറ്റഗറി ബേസ്ഡാണ്, ചിലർക്ക് റെഡ് കാറ്റഗറി ഉണ്ട്, അങ്ങനെയുള്ള ബേസ്ഡാണ്. എന്നാൽ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നവരോ വ്യവസായികളാഗ്രഹിക്കുന്നവരോ വന്നിട്ടില്ല. വരാത്തതിന് കാരണം ഇതെല്ലാം പൈസയുടെ ഇതാണ്. ഇപ്പം നമ്മുടെ ആലപ്പുഴ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2014 ഒരു ലാൻഡ് അലോട്ട് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് പ്രിയോറിറ്റി ലിസ്റ്റ്, അതായത് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ട് വ്യവസായ വകുപ്പ് ഒരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിൽ 1, 2, 3, 10, 15 സ്ഥാനക്കാരന് കൊടുക്കാതെ 18 സ്ഥാനക്കാരന് കൊടുത്തു. ആ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച റദ്ദ് ചെയ്തു, കഴിഞ്ഞ മാസം റദ്ദ് ചെയ്തിട്ട് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് അന്നത്തെ നിയമം വെച്ച് അലോട്ട് ചെയ്യാൻ പറഞ്ഞു. അന്നത്തെ നിയമം വെച്ച് അലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ ലിസ്റ്റിൽ 1ാം സ്ഥാനക്കാരൻ, 2ാം സ്ഥാനക്കാരൻ, 3ാം സ്ഥാനക്കാരനാണ് കൊടുക്കാൻ പറഞ്ഞത്. ഈ 3ാം സ്ഥാനക്കാരൻ കേസിന് പോയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് അയാൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോഴിരിക്കുന്ന വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥൻ വീണ്ടും ആ 18 സ്ഥാനക്കാരനെ അലോട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം സാമ്പത്തികം ചിലയിടത്തൊക്കെ ഇതിന് മാനദണ്ഡം മാറുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വ്യവസായ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇങ്ങനെ ചെയ്യണമെന്നല്ല. ഇതിൻ്റെ അകത്തൊരു 1%, 2% ഒക്കെ അഴിമതി ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ചെയ്യാത്ത ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ഉത്തരവിനെ എല്ലാവരും പേടിക്കുമല്ലോ. പക്ഷെ അങ്ങനെ പേടിയില്ലാത്ത ആളുകൾ സാമ്പത്തികം നോക്കി ഈ ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ത് വ്യവസായത്തിനും. കാരണം ഇപ്പോൾ 3.5 വർഷമാണ് ഒരു വ്യവസായത്തിന് വന്നാൽ 3.5 വർഷം കഴിഞ്ഞ് ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്റ്റോപ്പ് തരാൻ പറ്റില്ല, കാരണം 3.5 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ വർക്ക്. നിങ്ങൾക്ക് ഇത് മതി, പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്ത് 3.5 വർഷം കൊണ്ട് ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക്. ആ 3.5 വർഷത്തെ ലൈസൻസ് ഉള്ളിൽ മറ്റുള്ള ലൈസൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമാക്കിയാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ K-SWIFT പോലെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്. K-SWIFTൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ 3.5 വർഷം കഴിഞ്ഞ് നമ്മൾ എടുത്താൽ മതി. നമ്മൾ പഞ്ചായത്തിൽ പോകണ്ട, ഈ പൊല്യൂഷനിൽ പോകണ്ട, ലേബറിൽ പോകണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. ഈ K-SWIFT ലൈസൻസ് നമ്മുടെ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് തുല്യമാണ്. അത് വെച്ച് നമുക്ക് വ്യവസായം ചെയ്യാം. ഒരു സെക്രട്ടറി, ഇപ്പോൾ ഈ സെക്രട്ടറിമാരുടെ ഈ സ്റ്റോപ്പ് മെമ്മോ നിന്നു, അതുപോലെ തൊഴിലാളികളുടെ ഈ ഇറക്കുമതി, നോക്കുകൂലി, ഇതൊക്കെ ഈ ഗവൺമെൻറ് കാലത്ത് നിർത്തിയ കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് വ്യവസായം ചെയ്യാം. വ്യവസായികൾക്ക് വ്യവസായം ചെയ്യാൻ. പിന്നെ ഈ വ്യവസായം ചെയ്ത് ഒരു 5000 കോടിയൊക്കെ ആയി. ലാൻഡ് ഇവിടെ നമ്മൾ 3.5 കോടി ജനങ്ങളാണല്ലോ, ലാൻഡ് കുറവാണ്. പിന്നെ വേറെ സ്റ്റേറ്റിൽ ലാൻഡ് കൂടുതലുള്ളത്തേക്ക് ചിലർ പോകും. അല്ലെങ്കിൽ ഈ വ്യവസായത്തിൻ്റെ എല്ലാ സബ്സിഡികളും ആദ്യത്തെ 5 വർഷം കൊണ്ട് കിട്ടിത്തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ പേരിൽ പുതിയ യൂണിറ്റ് തുടങ്ങണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. ഇതൊന്നും നാട്ടുകാർക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്നോ തെലുങ്കാനയിൽ നിന്നോ ആളുകൾ വന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോണത് അവിടുത്തെ കൂടുതൽ ലാൻഡ് നമുക്ക് കിട്ടും, കൂടുതൽ ഇതൊക്കെ. ഇവിടെ അതിനുള്ള സൗകര്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരു 5000 കോടി വെച്ച് എല്ലാ വ്യവസായങ്ങളും ആയാൽ മതി. അതിൽ കൂടുതലുള്ളൊരു പൊക്കോട്ടെ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം അത്രയും ആളുകൾക്ക് തൊഴിൽ ഇവിടെ കൊടുത്ത് നമ്മുടെ നാടിനോട് നമുക്കൊരു ചെയ്യാവുന്നൊരു ഇത് ചെയ്യണമല്ലോ. ഇപ്പം നമ്മളൊക്കെ എന്തിനാണ് വിദേശത്ത് പോയിട്ട് ഇവിടെ വന്ന് ഈ ജോലി വ്യവസായികൾക്ക് പണിയാർക്ക് ജോലി കൊടുത്ത് ചെയ്യുന്നു? നമുക്കൊരു ഇങ്ങോട്ടുള്ളൊരു പാഷൻ, നമ്മുടെ നാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണല്ലോ. ഇക്ക വളരെയധികം സന്തോഷം ഇക്കയുടെ വലിയൊരു ഇത്രയധികം സമയം ഇക്ക തന്നതിൽ. ഇനിയും ഈ സംരംഭം ഒരുപാട് വളരട്ടെ. നാളെ ഞങ്ങളുടെ മക്കളൊക്കെ ഷെയർ വാങ്ങാൻ വേണ്ടി വരുമ്പോ തീർച്ചയായിട്ടും അതിൽ വലിയൊരു ഷെയർ, വലിയൊരു സ്പേസ് അവിടെ ഇക്കാക്ക് ഉണ്ടാവട്ടെ. മനാറ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ ഇക്കാക്കും ഇക്കയുടെ മക്കൾക്കും ഇപ്പൊ അവർ രണ്ടുപേരും ഏറ്റെടുത്തു. അപ്പൊ അവർക്കും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതിന് എല്ലാ കാലത്തും ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇനി മുന്നോട്ടും ഞാൻ രംഗം ഉണ്ടാകുമെന്നും പറയുന്നു. താങ്ക് യു വിളിച്ചതിനും നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും എല്ലാം നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.